ഇന്നത്തെ മലയാളി ഫ്രം ഇന്ത്യ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ മെയ് 1 റിലീസ് ചെയ്ത ഏറ്റവും പുതിയ നിവിൻ പോളി സിനിമയാണല്ലോ മലയാളി ഫ്രം ഇന്ത്യ. ഡിജോ സംവിധാനം ചെയ്ത സോഷ്യോ പൊളിറ്റിക്കൽ എന്റർടൈനർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ 2 ദിവസങ്ങൾ കൊണ്ട് 8,26,00,000 കളക്ഷൻ നേടിയെടുത്താണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ തുടക്കം കുറിച്ചത്. ഇപ്പോഴത്തെ സിനിമയുടെ 3-ാം ദിവസത്തെ കേരള ട്രാക്കിംഗ്, 3 ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ എല്ലാം തന്നെ പുറത്തു വരുമ്പോൾ ആദ്യ ദിവസം വെച്ച് 2-ാം ദിവസം കളക്ഷൻ കുറഞ്ഞതുപോലെ ഇപ്പോഴത്തെ 2-ാം ദിവസത്തേക്കാൾ കളക്ഷൻ കുറഞ്ഞിരിക്കുകയാണ് 3-ാം ദിവസവും. ഇന്നലെ ഇതേ സമയം 67 ലക്ഷത്തിന് മുകളിലായിരുന്നു കേരള ട്രാക്കിംഗ് എങ്കിൽ ഇന്നത്തെ 37 ലക്ഷത്തിന് മുകളിലാണ്. അപ്പോൾ മലയാളിക്ക് 3-ാം ദിവസം തന്നെ കേരളത്തിൽ 1 കോടി കളക്ഷൻ ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് 70 ലക്ഷത്തിനടുത്ത് കേരള ഗ്രോസ് ആണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തോടെ സിനിമയുടെ കേരള ഗ്രോസ് 4 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തുന്നതാണ്. 4 കോടി 20 ലക്ഷം റേഞ്ചിലാണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. അതേസമയം വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കണക്കിലേക്ക് വരികയാണെങ്കിൽ ആദ്യ ദിവസം 4 കോടി 50 ലക്ഷത്തിന് മുകളിലും 2-ാം ദിവസം 3 കോടി 70 ലക്ഷത്തിന് മുകളിലും കളക്ഷൻ നേടിയെടുത്ത സിനിമയ്ക്ക് ഇന്ന് 2 കോടി രൂപയ്ക്ക് മുകളിൽ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ കൃത്യം 3 ദിവസങ്ങൾ കൊണ്ട് മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 10 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തുന്നതാണ്. ആകെ 3 ദിവസത്തെ സിനിമയുടെ കളക്ഷൻ എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ, അതും ബുധൻ വ്യാഴം വെള്ളി കളക്ഷൻ എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ വളരെ ഡീസന്റ് കളക്ഷൻ തന്നെ മലയാളി ഫ്രം ഇന്ത്യ എന്ന നിവിൻ പോളി സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. സിനിമയ്ക്ക് അടുത്ത 2 ദിവസത്തെ കളക്ഷൻ കൂടി ആദ്യ വീക്കെൻഡിലെ കളക്ഷനായിട്ട് വരികയാണ്. അടുത്ത 2 ദിവസങ്ങളിൽ ഇന്നത്തെക്കാൾ കളക്ഷൻ ഉണ്ടാകുമെന്നാണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. 30 കോടിയോളം ബഡ്ജറ്റ് കണക്കാക്കുന്ന മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട് കാത്തിരിക്കൂ.